സോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ റഷ്യ യുക്രൈൻ വാറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ മിനറൽ ഗാമ്പിൾ ഓൺ ദ US-യുക്രൈൻ മിനറൽ ഡീൽ. സോ നമുക്ക് നമ്മുടെ എല്ലാ ന്യൂസിലും നമ്മൾ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് വി വിൽ ലുക്ക് ഓൺ ടു ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. പ്രിലിംസിൽ GS പേപ്പർ 1-ലാണ് വരുന്നത്. കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ലെ എഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ എന്നുള്ളൊരു ഇതിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് ഫസ്റ്റ് വി ലുക്ക് ഓൺ ടു ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എഗ്രിമെൻറ്റ് ഡീറ്റെയിൽസ്. സോ the US and Ukraine have signed a deal granting US access to Ukraine's critical mineral and energy resources through a joint investment fund proposed by President Zelensky as part of his victory plan, offering access to lithium, graphite, uranium, titanium, and rare earth minerals in exchange for continued US military support എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളെന്താ പറയുന്നത്, ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സും യുക്രൈനും ഒരു ഡീലിലോട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഡീല് വിത്ത് ദിസ് ഡീൽ US വിൽ ബി അലൗഡ് ടു ഇൻവെസ്റ്റ് ഇൻ ആൻഡ് ആക്സസ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് ഇൻ യുക്രൈൻ. അതായത് ഇപ്പോൾ ലിഥിയും, ഗ്രാഫൈറ്റും, യുറേനിയം, ടൈറ്റാനിയം ആൻഡ് ഈ ഒരു റയർ എർത്ത് മെറ്റൽസും കാര്യങ്ങളൊക്കെ US ഇനി ആക്സസ് ചെയ്യാം. ഓക്കെ, വിച്ച് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ബാറ്ററീസ്, ഇലക്ട്രോണിക്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇതിന് റിട്ടേൺ ആയിട്ട് യുക്രൈൻ എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടിന്യൂഡ് മിലിറ്ററി ഹെൽപ്പാണ് ഫ്രം ദി US ടു സപ്പോർട്ട് ഇറ്റ്സ് ഡിഫെൻസ് ഡ്യൂറിങ് ദി ഓൺഗോയിങ് വാർ. So this idea was part of a plan proposed by Ukraine President Zelensky to help win the war and rebuild the country എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് റഷ്യയും US-ഉം തമ്മിൽ എപ്പോഴും ഒരു വഴക്കിലാണല്ലോ. സോ അവരെപ്പോഴും ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് ആൻഡ് US സപ്പോർട്ട് ദ യുക്രൈൻ. സോ ഈ ഒരു US-ൻ്റെ സപ്പോർട്ട് യുക്രൈൻ വിത്ത് വെപ്പൺസ്, അതേപോലെ പൈസയൊക്കെ കൊടുത്തിട്ട്, അതേപോലെ പൊളിറ്റിക്കൽ ബാക്കിംഗ് ഒക്കെ US യുക്രൈന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വൈൽ റഷ്യ ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് യുക്രൈൻ. അപ്പോൾ ഇപ്പോൾ യുക്രൈൻ ഈസ് ഗിവിംഗ് ദി US ആക്സസ് ടു ഇറ്റ്സ് വാല്യുബിൾ നാച്ചുറൽ റിസോഴ്സസ്. സോ ഇറ്റ് ഈസ് എ വെരി ബിഗ് ഡീൽ ബിക്കോസ് ഈ ഒരു റിസോഴ്സസ് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മേക്കിംഗ് ടെക്നോളജി ആൻഡ് വെപ്പൺസ്. ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് US ഈസ് ബിക്കമിങ് മോർ ഇൻവോൾവ്ഡ് ഇൻ യുക്രൈൻസ് ഫ്യൂച്ചർ. ഇത് റഷ്യയ്ക്ക് ഒരു ത്രെട്ടാണല്ലേ, because it reduces Russia's influence over Ukraine and it brings the US closer to Russian borders and it helps Ukraine stay strong in the war. So this is definitely a big threat for Russia. So this deal increases the tension between Russia and the US, both in terms of military power and control over the important resources. And നമ്മുടെ ഈ ഒരു ട്രംപ്, the US President Donald Trump supported a deal where the US would get access to Ukraine's valuable minerals, but he wanted Ukraine to pay back the military aid it had already received by giving the US a share of those resources. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രംപും അതേപോലെ സെലൻസ്കിയും തമ്മിൽ ഒരു ഡീലിലോട്ടൊക്കെ എത്തി. പക്ഷേ ട്രംപ് ഒരു ബിസിനസ്മാൻ ആണല്ലേ. ഓക്കെ, പുള്ളിയുടെ മൈൻഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ യുക്രൈനിന് US കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിലിറ്ററി എയ്ഡ് ഇല്ലേ, അതായത് ട്രംപ് വാണ്ടഡ് യുക്രൈൻ ടു പേ ബാക്ക് ദ മിലിറ്ററി എയ്ഡ് ഇറ്റ് ഹാഡ് ഓൾറെഡി റിസീവ്ഡ് ബൈ ഗിവിങ് ദി US ഷെയർ ഓഫ് ദോസ് റിസോഴ്സസ്. ഈ ഒരു റിസോഴ്സസ് ഇപ്പോൾ US-ന് ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നേരത്തെ കൊടുത്ത ആ ഒരു മിലിറ്ററി എയ്ഡിന് പകരമായിട്ട് ആ റിസോഴ്സസ് ഇപ്പോൾ സൈൻ ചെയ്ത ഡീലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് മറ്റേ US-ന് കൊടുക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ വലിയൊരു പബ്ലിക് ആർഗ്യുമെൻറ്റിലേക്കാണ് പോയത് ട്രംപും അതേപോലെ സെലൻസ്കിയും തമ്മിൽ. സോ ദ ഫൈനൽ ഡീൽ സൈൻഡ് ഓൺ April 30 റിമൂവ് ട്രംപ്സ് ഐഡിയ ഓഫ് പേയിങ് ബാക്ക് പാസ്റ്റ് എയ്ഡ്. However, it does not say that future US aid will be repaid using money earned from Ukraine's resource projects. അപ്പോൾ ഈ ഒരു ഫൈനൽ ഡീല് വിച്ച് വാസ് സൈൻഡ് ഓൺ April 30, അപ്പോൾ ഇതിൽ ട്രംപിൻ്റെ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് ഐഡിയ ഓഫ് പേയിങ് ബാക്ക് പാസ്റ്റ് എയ്ഡ്, അത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇറ്റ് ഡസ് നോട്ട് സേ ദാറ്റ് ഫ്യൂച്ചർ US aid വിൽ ബി റീപെയ്ഡ് യൂസിങ് മണി ഏൺ ഫ്രം യുക്രൈൻസ് റിസോഴ്സ് പ്രൊജക്റ്റ് എന്നുള്ളതാണ്. സോ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കൺട്രീസും കൂടി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് സംതിങ് കോൾഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുക്രൈൻ റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട്, ദിസ്
fund will pay for buildings and running projects like extract minerals in Ukraine. So Ukraine agreed ചെയ്തത് they will give 50% of the money made from those projects to the fund which help repay the US support എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീലിൽ ദിസ് ഡീൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ക്ലിയർ പ്രോമിസ്. അതായത് ഇപ്പോൾ ഇനിയും ഇപ്പോൾ നൈസായിട്ട് വാറൊന്ന് നൈസായിട്ട് സ്റ്റോപ്പ് ചെയ്ത പോലെയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇനി യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ US ഡെഫിനറ്റ്ലി തിരിച്ച് മറ്റേ നമ്മുടെ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ക്ലിയർ പ്രോമിസ് ഒന്നും ആ ഡീലിൽ പറഞ്ഞിട്ടില്ല. സോ ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് പ്രസിഡന്റ് സെലൻസ്കി ഒറിജിനൽ വാണ്ടഡ് അല്ലേ. സെലൻസ്കി ഉദ്ദേശിച്ചത് നമ്മുടെ നാറ്റോ പോലത്തെ ഉള്ളൊരു സപ്പോർട്ടൊക്കെ US തരുന്നതാണ് നമ്മുടെ യുക്രൈൻ വിചാരിച്ചത്. സോ നാറ്റോ എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദി നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതൊരു മിലിറ്ററി അലയൻസ് ആണ് വിച്ച് വാസ് മെയ്ഡ് അപ്പ് ഓഫ് US, കാനഡ ആൻഡ് മെനി അതർ യൂറോപ്യൻ കൺട്രീസ്. സോ ഈ ഒരു നാറ്റോൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആർട്ടിക്കിൾ 5 ആണ്, വിച്ച് സേസ്, അതായത് ഏതെങ്കിലും ഒരു മെമ്പർ അറ്റാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാവരും ആ മെമ്പേഴ്സ് എല്ലാം അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു സെക്യൂരിറ്റി ഷീൽഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. സോ യുക്രൈന് നാറ്റോയിൽ ജോയിൻ ചെയ്യാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ബിക്കോസ് ഇറ്റ് വുഡ് ഗീവ് ദം സ്ട്രോങ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റഷ്യ. പക്ഷെ നാറ്റോ ഒരിക്കലും യുക്രൈൻ ഒരു ഫുൾ മെമ്പറായിട്ട് അംഗീകരിച്ചിട്ടില്ല, ബിക്കോസ് ദിസ് കുഡ് ലീഡ് ടു എ ഡയറക്റ്റ് വാർ വിത്ത് റഷ്യ. അതായത് നാറ്റോയിലെ യുക്രൈൻ മെമ്പർ ആയി കഴിഞ്ഞാൽ യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്യുന്ന കാര്യം എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ബാക്കി നാറ്റോ മെമ്പേഴ്സ് എല്ലാം യുക്രൈനെ സപ്പോർട്ട് ചെയ്യണ്ട, അതെന്തായാലും റഷ്യക്കെതിരെ ഒരു വലിയൊരു വാറായിട്ട് തന്നെ പോകും. സോ നാറ്റോ ഹാസ് ഇൻ അക്സെപ്റ്റഡ് യുക്രൈൻ ആസ് എ ഫുൾ മെമ്പർ. അപ്പോൾ സെലൻസ്കി വിചാരിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ദ US ഡീൽ വുഡ് ആക്ട് ലൈക്ക് എ മിനി നാറ്റോ എന്നുള്ളതാണ്, ഓഫറിംഗ് ക്ലിയർ മിലിറ്ററി പ്രൊട്ടക്ഷൻ, ബട്ട് ദ ഫൈനൽ എഗ്രിമെന്റ് ഡസൻറ്റ് ഇൻക്ലൂഡ് ദാറ്റ്. And Trump's rejection of long-term security commitments makes NATO membership even harder for Ukraine. So Ukraine still left without guarantee protection from the future attacks എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഡീലിനെ യുക്രൈനിയൻ ലീഡേഴ്സ് കാണുന്നത് ഒരു വിൻ വിൻ ആയിട്ടാണ്, ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കീപ് ദ US ഇൻവോൾവ്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ വാർ. പക്ഷേ ഈ ഒരു ട്രൂത്ത് എന്താന്ന് പറഞ്ഞാൽ, അതായത് without firm military guarantees, Ukraine remains at risk if the war drags on or if US support weakens. അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു എഗ്രിമെന്റിൽ ക്ലിയർ ആയിട്ട് US അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ എല്ലാ ബാക്കപ്പും തരാം, ഞങ്ങൾ മിലിറ്ററി സംഭവങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം നല്ലതാണ്, നല്ല ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ US പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ USന് ആ ഒരു എന്താ പറയുക റിസോഴ്സസ് ഇവർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഹി ഡസൻ സപ്പോർട്ട് ഗിവിങ് യുക്രൈൻ ലോങ് ടേം സെക്യൂരിറ്റി പ്രോമിസസ്. സോ ഇത് ദാറ്റ് വിൽ മേക്ക് തിങ്സ് മോർ അൺസർട്ടൈൻ ഫോർ കീവ് അല്ലേ. ആൻഡ് ദ ഡീൽ കുഡ് ഹെൽപ്പ് ദ US ഇൻവോൾവ് ഇൻ സപ്പോർട്ടിങ് യുക്രൈൻ. പക്ഷേ അതൊരു ഷുവർ തിങ് അല്ല. അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് രണ്ട് ഫാക്ടേഴ്സിലാണ്. ഒന്ന്, എത്രത്തോളം കമ്മിറ്റഡ് ആണ് US എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇപ്പോൾ അവരുടെ ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീലിൻ്റെ കാര്യം ഒത്തിരി പ്രശ്നത്തിലാവും. അതേപോലെ തന്നെ ഈ വാർ എങ്ങനെ പോകുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റഷ്യ നമുക്കറിയാമല്ലേ, റഷ്യ അത്യാവശ്യം നല്ലൊരു മിലിറ്ററി ബാക്കപ്പ് ഉള്ളൊരു ടീമാണ്. സോ ഇഫ് റഷ്യ കീപ്സ് വിന്നിങ് ആൻഡ് ടേക്കിംഗ് മോർ ലാൻഡ്, ദ ഡീൽ വോണ്ട് പ്രൊട്ടക്ട് യുക്രൈൻ മച്ച്. നമുക്ക് വളരെ ഷോർട്ടായിട്ട് എന്ത് പറയാം, ദ മിനറൽ ഡീൽ ബ്രിങ്സ് മണി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് പ്രൊവൈഡ് എനി ഗ്യാരണ്ടീഡ് സേഫ്റ്റി. സോ വിതൗട്ട് എ ക്ലിയർ വിക്ടറി ഓർ സ്ട്രോങ് മിലിറ്ററി സപ്പോർട്ട്, യുക്രൈൻ സ്റ്റിൽ ഫേസസ് സീരിയസ് റിസ്ക്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് നമ്മളെടുത്തത് വളരെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ആൻഡ് മേക്ക് ഷുവർ യു റീഡ് ദ ന്യൂസ് പേപ്പർ തറലി. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഫോർ ടുഡേ. ആൻഡ് നാളെ വേറെ ന്യൂസായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.